ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു പൊട്ടറ്റോ മസാല റെഡിയാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും എല്ലാം നല്ല കോമ്പിനേഷനാണ്. അതിനായിട്ട് 4 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പീൽ ചെയ്തെടുക്കാം. ഈ പീലർ വെച്ചിട്ടാണ് പീൽ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അത് കുഴപ്പമില്ല. നന്നായിട്ട് ഒന്നുകൂടെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം പോയതിന് ശേഷം തുറന്നാൽ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഒരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ 3 പച്ചമുളക് നടുകെ കീറിയതും 2 സവാള അരിഞ്ഞതും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 2 നുള്ളു കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം പോകുന്നവരെയും ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം 2 ടൊമാറ്റോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത ടൊമാറ്റോ വേണം നമ്മൾ എടുക്കാനായിട്ട്. പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുത്താൽ കറിക്ക് ഒരു പുളിരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 2 അധികം പുളിയില്ലാത്ത തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ വേവിച്ചതിലെ വെള്ളവും 1/4 ഗ്ലാസ് വെള്ളം കൂടി എക്സ്ട്രാ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരണം. ഇത് നന്നായിട്ട് വെന്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ അധികം വെന്ത് ഉടഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്തെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയെല്ലാം പൊട്ടാറ്റോയിലേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ മസാലയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.